सारी ഇതിനകത്താക്കി ഞാൻ ഇതൊന്നൊന്നര കേട്ടോ. നമ്മളൊരു 5-6 ദിവസം അവിടെ കാണും കേട്ടോ ദുബായിൽ. എന്നെ കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ അവിടെ വന്നോളൂ. എനിക്കൊരു പ്രശ്നമാവാം. എല്ലാവരും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നെ ചീത്ത വിളിക്കാനും ആഗ്രഹിക്കുന്നവർ കാണും. പക്ഷെ അവരൊന്നും എന്നെ കാണാൻ വരണ്ട. എന്നെ ഇഷ്ടമില്ലാത്തവർ ആരും വരരുത് പ്ലീസ്. എന്നെ ഇഷ്ടമുള്ളവർ മാത്രം എന്നെ. ഇതിപ്പോൾ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അനുമോളുടെ വീഡിയോ പറഞ്ഞൊരു കാര്യമാണ്. ഇതേ കണക്ക് താനുണ്ടെങ്കിൽ വിദേശത്ത് പോവുകയാണ്, ഇഷ്ടമുള്ളവർ വന്ന് കാണാൻ, അല്ലാത്തവരുണ്ടെങ്കിൽ വരണ്ട. ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതേ കണക്ക് അനുമോൾ ഭയങ്കര യോഗ്യതയല്ല ബിഗ് ബോസ് ജയിക്കുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർക്കും നല്ല ഒരു മറുപടി പോലെയാണ് ഇതേപോലെ അനുമോൾ പറഞ്ഞത്. തന്നെ ഇഷ്ടമുള്ളവർ മാത്രം തന്നെ സപ്പോർട്ട് ചെയ്തല്ല, അല്ലെങ്കിൽ തന്നെ കാണാൻ വന്നാൽ മതി, ബാക്കിയുള്ളവരൊന്നും നിർബന്ധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അത് കണക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വിനുവിൻ്റെ അടുത്തും കുറച്ച് നാൾ മുമ്പ് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു ബാക്കി പൈസ കിട്ടിയോ അനുമോൾ തരാനുള്ളതെന്നുള്ള രീതിയിൽ. അപ്പോൾ വിനു പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അത് ബാക്കിയുള്ളവർ അറിയേണ്ട ആവശ്യമില്ലെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ പോലും ഇതേ ആൾ തന്നെയാണ് കുറച്ച് നാൾ മുമ്പ് ഇത്രയും പൈസ എനിക്ക് കിട്ടി ഇനിയും തരാനുള്ളതെന്നുള്ള രീതിയിൽ ആ സമയത്ത് പറഞ്ഞത്. ഇപ്പോൾ അത് മാറ്റി പറയുന്നത്. സോ അന്ന് അങ്ങനെ പറയാതിരുന്നിരുന്നെങ്കിൽ തന്നെ വേറെ പ്രശ്നമില്ല. ഇപ്പോൾ ഇതേ കണക്ക് മാറ്റി പറയുന്നത് പുതിയൊരു അടവെന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്തായിരുന്നാലും ശരി, ബാക്കിയുള്ളവർ ഇതെല്ലാം വിട്ടിട്ട് വേറെ കാര്യം നോക്കി പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും കുറേ പേര് പിന്നെയും ഇതിൻ്റെ പേരെ തന്നെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.